നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സമയത്ത് പോലും നായിഡു ഏറെ പ്രശ്നങ്ങൾ മന്ത്രിസഭയിൽ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം വിലപേശലിന് ഏറ്റവും പറ്റിയ ഒരു സമയമായി തന്നെയാണ് കണക്കാക്കുന്നത്. 16 എംപിമാരുണ്ടായിട്ടും പ്രധാനപ്പെട്ട പോസ്റ്റുകളൊന്നും തന്നെ നായിഡുവിന്റെ പാർട്ടിക്ക് ലഭിച്ചില്ല എന്നുള്ളത് ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും കേന്ദ്ര വ്യോമയാനം പോലുള്ള ചെറിയ അപ്രതീക്ഷിതമായിട്ട് കിട്ടുന്ന പോസ്റ്റുകൾ, അതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. JDU-വും അതുപോലെ തന്നെ TDP-യും ചേർന്നാണല്ലോ കേന്ദ്ര മന്ത്രിസഭയെ വാർത്തെടുത്തിരിക്കുന്നത്. അവരെ പിന്തുണയ്ക്കുന്നവർ ഇപ്പോൾ മൊത്തത്തിൽ ക്ഷീണിതരായിരിക്കുന്ന അവസ്ഥയാണ്. അതിൽ ഐക്യ ജനതാദൾ എന്ന JDU, ജനതാദൾ യുണൈറ്റഡ് എന്ന് പേരുള്ള നിതീഷ് കുമാറിന്റെ പാർട്ടി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരശയ്യയിലാണ്. കാരണം അവർക്ക് ബീഹാറും നഷ്ടപ്പെട്ടു, കേന്ദ്ര മന്ത്രിസഭയിൽ പ്രാതിനിധ്യവും നഷ്ടപ്പെട്ടു. ലലൻ സിംഗ് ഒക്കെ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മന്ത്രിസഭയിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്നതെന്ന് പോലും വലിയ സംശയമാണ്. കാരണം സ്വത്വം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി പദവിയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഉപമുഖ്യമന്ത്രി സ്ഥാനവും പ്രധാനപ്പെട്ട ചില പോസ്റ്റുകളും ഉണ്ട് എന്ന് പറഞ്ഞ് സന്തോഷിക്കാം എന്നുള്ളതല്ലാതെ വർഷങ്ങളായി താൻ അടക്കി കൈവശം വെച്ചിരുന്ന പ്രധാന പോസ്റ്റുകളെല്ലാം നഷ്ടപ്പെട്ടതിന്റെ ദുഃഖത്തിൽ തന്നെയാണ് നിതീഷ് കുമാർ. എന്നാൽ നായിഡു അങ്ങനെയല്ല. ആന്ധ്രയിൽ ഒരു കരിയില അനങ്ങണമെങ്കിൽ നായിഡു വിചാരിക്കണം എന്ന് പറയുന്ന ചെറുതായി ഒന്നുമല്ല. അവിടെ തിരുപ്പതി ഭഗവാന് ശേഷം പിന്നെ ഏറ്റവും ശക്തനായ വ്യക്തി നായിഡുവാണ് എന്ന് പരക്കെ ഒരു കരക്കമ്പിയുണ്ട്. അതിന് കാരണമാകുന്നത് ആന്ധ്രയിലെ നിലവിലെ നിയമസഭയിൽ നായിഡുവിന്റെ അംഗബലം തന്നെ നോക്കൂ. അവിടെ 175-ൽ 151 സീറ്റുകൾ നായിഡുവിന്റെ പാർട്ടിക്കാണ്. അതായത് എതിരാളിയായ ജഗൻമോഹൻ ഈ അടുത്ത കാലത്തൊന്നും ഗതി പിടിക്കില്ല. ഒരിക്കലും അധികാരത്തിൽ വരാനുള്ള സാധ്യത പോലും വിദൂരമാക്കിക്കൊണ്ടാണ് നായിഡുവിന്റെ തേരോട്ടം. നായിഡു ജയിലിന്റെ വക്കത്ത് വരെ എത്തിയ ഒരു വ്യക്തിയാണെന്ന് ഓർക്കണം. ജഗൻമോഹന്റെ വിരോധത്തിന് പാത്രമാകേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണെന്ന് ഓർക്കണം. പക്ഷേ ഇപ്പോൾ BJP-യുമായി അത്ര രസത്തിലല്ല എന്നുള്ളതാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ ഉടക്കൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും എപ്പോ വേണമെങ്കിലും ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. നായിഡുവിനെ കോൺഗ്രസുമായി അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു നൂൽപാലമായി, ഒരു നൂൽബന്ധമായി രേവന്ത് റെഡ്ഡി ഇപ്പോഴും നീങ്ങുകയാണ്. അത് തീർച്ചയായും കേന്ദ്ര നേതൃത്വത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പൊറുതിമുട്ടിക്കുന്നുണ്ട്. കാരണം കേന്ദ്ര നേതൃത്വത്തിന് ഒരിക്കലും ഡൈജസ്റ്റബിൾ അല്ല ഇത്തരത്തിലുള്ള നാടകീയ നീക്കങ്ങളൊന്നും തന്നെ. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിൽ അവർക്ക് യാതൊരു പ്രാതിനിധ്യവും യാതൊരു രീതിയിലും ഉണ്ടായിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന സമയത്തും നായിഡുവിന്റെ പാർട്ടിയുടെ 16 എംപിമാരെ അവർക്ക് തൃണവൽക്കരിക്കാൻ കഴിയില്ല എന്നുള്ളത് ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ആ ഒരു സാഹചര്യം കൂടി വിലയിരുത്തപ്പെടേണ്ടതായി ഉണ്ട്.